السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وبه نستعين، والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وآله غر الميامين وعلى أزواجه الطاهرات الطيبات أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد. സ്നേഹാദരങ്ങളായ വിശ്വാസിനികളെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരാകാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും നമ്മുടെ ഈ ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ റമദാൻ സമാഗതമായി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യമാസത്തെ വരവേൽക്കാൻ നമ്മളെ അനുഗ്രഹിച്ചതുപോലെ യഥാവിധം ഈ ഒരു വിശുദ്ധ മാസത്തിൽ ഇബാദത്തിൽ, പുണ്യങ്ങളിൽ കഴിയുവാൻ, റമദാൻ അങ്ങനെ പൂർത്തീകരിക്കുവാൻ നാം ഏവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ നല്ല മുറാദുകൾ അവൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മിൽ നിന്ന് അവൻ വഴിമാറ്റുമാറാവട്ടെ. ഇങ്ങനെയൊരു വേദി ഒരുക്കുന്നതിൽ പരിശ്രമിച്ചവർ, പണിയെടുത്തവർ, അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. നമ്മൾ ഏതൊരു കർമ്മം നിർവഹിക്കുമ്പോഴും ആ കർമ്മം ധാർമ്മികമായി, ആത്മീയമായി മാറ്റുകൂട്ടുവാൻ പല കാര്യങ്ങൾ പുലർത്താനും പാലിക്കാനും ആലോചിക്കാനുമൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വിഷയമാണ്, വിചാരമാണ്, ഇതെന്റെ അവസാനത്തെ കർമ്മമാണെങ്കിൽ എന്നുള്ളത്. നോമ്പിനെ കുറിച്ചാകുമ്പോൾ ഇതെന്റെ അവസാനത്തെ നോമ്പാണെങ്കിൽ എന്ന് നമുക്ക് പ്രത്യേകമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നൊരു വ്യക്തി വന്ന്, യാ റസൂൽ അല്ലാഹ് അല്ലിംനി വ ഔജിസ് എന്ന് പറയുന്നുണ്ട്. തിരുദൂതരെ, എന്നെ പഠിപ്പിക്കൂ, വളരെ ഹ്രസ്വമായി, സംക്ഷിപ്തമായി, ചുരുക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വളരെ ചുരുങ്ങിയ വചനത്തിൽ പഠിപ്പിച്ചപ്പോൾ, ഇദാ സല്ലൈത ഫസല്ലി സലാത്ത മുവദ്ദിഇൻ എന്ന് പഠിപ്പിച്ചു എന്നാണ്. താങ്കൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം നിർവഹിക്കേണ്ടത് ഒരു വിട പറയുന്നവന്റെ നിസ്കാരമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതെന്റെ അവസാന നിസ്കാരമാണെങ്കിലോ എന്ന ഭാവേന, എന്ന വിചാരത്തിൽ നിസ്കരിക്കാൻ പറഞ്ഞു. ഈ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടി ഞാൻ ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ്, ലോകരോട് യാത്ര പറഞ്ഞ്, മരണം വരിച്ച് മരണത്തേരിലേറി ഖബർസ്ഥാനിലേക്കാണെന്ന ബോധത്തിൽ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ഉണർത്തി എന്നാണ്. സല്ല സലാത്തൻ
സലാത്ത മുവദ്ദിഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ചും അൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു വിട വാങ്ങുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചു എന്നാണ്. ഞാനിത് ഉദാഹരിച്ചത് മാത്രമാണ്. ഒരു പുരുഷായുസിൽ 70 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറിയാൽ പുരുഷായുസിന്റെ ഏറെക്കുറെ അളവ് 70 ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുഅ്തറകുൽ മനായ ഫി 70. 70 വയസ്സിലാണ് മരണവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആളുകൾ 70ഓട് കൂടി ഈ ദുനിയാവിനോട് യാത്ര പറയുന്നവരാണ്. 70-ൽ 15 വർഷം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉള്ള കാലമായി പരിഗണിച്ചാൽ 55 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു തവണയാണ് ഷഹാദത്ത് നിർബന്ധം, ഒരു തവണയാണ് ഹജ്ജ് നിർബന്ധം, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ അളവിൽ അതിനുള്ള സമ്പത്തുണ്ട് എങ്കിൽ സക്കാത്ത് നിർബന്ധം, വർഷത്തിൽ ഒരിക്കലാണ് നോമ്പും നിർബന്ധം. 55 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി 55 വർഷമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 55 തവണ 55 തവണയാണ് നോമ്പെടുക്കേണ്ടത്. ഒരിക്കലാണ് ഹജ്ജ് ചെയ്യേണ്ടത് നിർബന്ധമായി. ഷഹാദത്ത് നിർവഹിക്കേണ്ടത് ഒരു തവണയാണ്. എന്നാൽ നിസ്കാരം ഒരു ദിവസം 5 തവണയാണ്. ആ കണക്കിൽ ഒരു മാസം 150 തവണ നിർബന്ധമാണ്. ഒരു ദിവസം 5, ഒരു മാസം 150, ഇങ്ങനെ ഒരു വർഷം 55 വർഷം എത്ര തവണ നിസ്കരിക്കണം? ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സല്ലി സലാത്ത മുവദ്ദിഇൻ. മരിക്കണീന്റെ മുമ്പുള്ള അവസാന നിന്റെ നിസ്കാരം, ആ നിസ്കാരമാണ് നീ എപ്പോഴും നിസ്കരിക്കേണ്ടത് എന്ന്. 5 വക്തും നിസ്കരിക്കേണ്ടത് അങ്ങനെയാണ് എന്ന്. ഇനി ഒരു നിസ്കാരത്തിന് ഞാൻ ഈ ദുനിയാവിലില്ലെങ്കിലോ, അടുത്ത നിസ്കാര സമയമാകുമ്പോൾ ആളുകൾ എനിക്ക് നിസ്കരിക്കുന്ന അവസ്ഥയിലാണ് ഞാനെങ്കിലോ എന്ന ബോധത്തിൽ നിസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് ദിനേനയുള്ള 5 വക്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു മുസ്ലിം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പിന്റെ വിഷയത്തിൽ ഇത് എത്ര ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. എല്ലാ ഇബാദത്തുകളുടെയും വിഷയം ഇങ്ങനെയാണ്. ഇനിയൊരു റമദാനെ, നോമ്പിനെ വരവേൽക്കാൻ ഞാൻ ജീവനോടെ ഈ ഭൂമിക്കുപരിയിലില്ലെങ്കിലോ എന്ന ബോധ്യത്തിൽ നാം നോമ്പെടുക്കേണ്ടത് ഉൾക്കൊള്ളാനാണ് ഞാൻ നിസ്കാരത്തിന്റെ മസാല ഈ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ദുനിയാവിൽ നമ്മുടെ പുരുഷായുസ് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. നിശ്വാസങ്ങൾ നമുക്ക് എണ്ണപ്പെട്ടതാണ്. അബ്ദുല്ലാ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ 7 മക്കൾ ഒരു ദിനം മരണപ്പെട്ടപ്പോൾ ആ മരണത്തോട് പ്രതികരിച്ച് അതിൽ ക്ഷമിച്ച് സഹിച്ച് പറഞ്ഞ 2 വരി കവിത ചരിത്രത്തിൽ വായിക്കാം. അതിപ്രകാരം: 'യംദി الصغير إذا انقضت أيامه
ഇസ്രൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസ്മിൽ മനീയത്തി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു എന്നാണ്. ഒരു വാപ്പാക്ക് 7 മക്കൾ ഒരു ദിവസം മരണപ്പെട്ടാൽ ആ ട്രാജഡി എങ്ങനെയായിരിക്കും ഒരാൾക്ക് താങ്ങേണ്ടി വരിക, സഹിക്കേണ്ടി വരിക? ആധുനിക വാർത്താ മാധ്യമങ്ങളിൽ ചില മരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അറിയുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ. ഇവിടെ ഒരു വാപ്പാക്ക് 7 മക്കൾ ഒരു പകർച്ചവ്യാധിയിൽ മരണപ്പെടുന്ന അവസ്ഥ. അപ്പൊ അദ്ദേഹം അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് ക്ഷമിച്ച് പറഞ്ഞത്, യംദി സഗീറു ഇദൻ ഖദത് അയ്യാമുഹു, കുട്ടികൾ അവരുടെ ജീവിതനാളുകൾ തീർന്നാൽ കടന്നു പോകും. ഇസ്രൽ കബീർ, മുതിർന്നവർക്ക് പിന്നാലെ. വയൂലദുൽ മൗലൂദു, ഇവിടെ കുട്ടികൾ ഇനി ജനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്നാസു ഫീ ഖിസ്മിൽ മനീയത്തി ബൈനഹും, മരണം മനുഷ്യർക്ക് വിധിച്ച വിഷയം നോക്കിയാൽ ജനങ്ങൾ കസ്സർഇ, കൃഷിയിടത്തെ പോലെയാണ്, കൃഷി പോലെയാണ്. മിൻഹു ഖായിമുൻ വഹസീദു, കൃഷിയിടത്തിലേക്ക് കണ്ണോടിച്ചാൽ ചില കൃഷിയിടങ്ങൾ കൊയ്യപ്പെട്ടിട്ടുണ്ട്, മറ്റു ചിലത് കൊയ്യാനിരിക്കുന്നവയാണ്. ഇപ്പൊ കൃഷിയിടങ്ങളിൽ കൊയ്ത് തീർത്തതുണ്ട്, കൊയ്യപ്പെടാനിരിക്കുന്നവയുണ്ട്. ഇതുപോലെയാണ് മാനവരിലേക്ക് മരണത്തിന്റെ വിഷയത്തിൽ കണ്ണ് നട്ടാലുള്ളത്. ചിലർ മരിച്ചു വീഴുന്നു, പരലോകയാത്രയാകുന്നു, മറ്റു ചിലർ മരണം പ്രതീക്ഷിച്ച് കഴിയുന്നു. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വിധിയിൽ ക്ഷമിച്ച് പ്രതികരിച്ചത്. ഇത് ഞാനിവിടെ ഉണർത്തിയത് മരണത്തിന്റെ വിഷയം നമ്മുടെ കളവിൽ ഇപ്രകാരമാണ്. സിബവൈഹി മരണത്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ച ഇതുപോലത്തെ മറ്റൊരു കവിത, അല്ലെങ്കിൽ സിബവൈഹിയുടെ വിഷയത്തിൽ പ്രതികരിച്ച ഒരു കവിത ഇപ്രകാരം കാണാൻ സാധിക്കും. യുഅമ്മിലു ദുനിയ ലിതബ്ഖാ ലഹു ഫവാഫൽ മനീയതു ദൂനൽ അജൽ ഫബാത യസ്ഖി ഉസൂലൻ നഖീൽ ഫആശൻ നഖീലു വമാത റജുൽ. മനുഷ്യൻ യുഅമ്മിലു ദുനിയ ലിതബ്ഖാ ലഹു, ദുനിയാവ് തനിക്ക് ശേഷിക്കുവാൻ വേണ്ടി പ്രതീക്ഷാനിർഭരമായി കാലം കഴിക്കുന്നു. പക്ഷേ ഫവാഫൽ മനീയതു ദൂനൽ അജൽ, മനുഷ്യന്റെ പ്രതീക്ഷയെ നിലനിർത്തി മരണം മനുഷ്യനെ തേടി വരുന്നു. ദുനിയാവിനെ പ്രതീക്ഷിക്കുന്ന മനുഷ്യൻ ഫബാത യസ്ഖി ഉസൂലൻ നഖീൽ, അവന്റെ ഈത്തപ്പനകളെയും അവന്റെ കൃഷിയിടങ്ങളെയും നനച്ച് കഴിഞ്ഞുകൂടും. പക്ഷെ എന്താ സംഭവിക്കുക? ഫആശൻ നഖീൽ വമാത റജുൽ, ദുനിയാവിനെ പ്രതീക്ഷിച്ച് കൃഷിയിടങ്ങൾ നനച്ച് കഴിയുന്ന മനുഷ്യൻ അവൻ മരിക്കുന്നു, അവൻ നനച്ചു വളർത്തിയ ഈത്തപ്പനകൾ ജീവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ദുനിയാവിൽ നമ്മൾ ഇങ്ങനെയാണ്, ഇന്നു ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ് ആളുകൾ പരലോകത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമുക്ക് ഈ നിസ്കാരവും ഈ നോമ്പും ഇതൊക്കെയുള്ളത്. നോമ്പ് വരുന്നതിന് മുമ്പ് നോമ്പിന് പ്രതീക്ഷിച്ച് നോമ്പിന് വേണ്ടി പ്രവർത്തിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കെ പരലോകയാത്രയായവർ, മരണത്തേരിലേറിയവർ, നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ മരണത്തേരിലേറിയവർ, നോമ്പ് കഴിഞ്ഞ് മരണം വരിച്ചവർ,
ഇവരൊക്കെ നമ്മളുടെ അറിവിലും അനുഭവങ്ങളിലും അയൽപക്കങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കെ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നമ്മളും. കഴിഞ്ഞ വർഷം റമദാനിനെ വരവേൽക്കാൻ, റമദാനിൽ നമ്മളോടൊത്ത് ജീവിക്കാൻ ഉണ്ടായിരുന്നവർ പലരും ഈ റമദാനിൽ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു യാഥാർത്ഥ്യം. അവരുടെയൊക്കെ വരിയിൽ നിൽക്കുന്നവരാണ് നമ്മളും. നമുക്കും അവരുടേതുപോലുള്ള വിധിയാണ്, വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിനെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് ആയുസ്സിട്ടു, ആരോഗ്യം കനിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു റമദാനിനെ വരവേൽക്കാൻ നമ്മുടെ ആയുസ് നീട്ടിയിടുമോ, അതിൽ നമുക്ക് ആരോഗ്യം കനിയുമോ, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ഇരക്കുക എന്നുള്ളതല്ലാതെ, ആയുസ് അള്ളാഹു നൽകിയാലും ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞാലും, അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും കനിയുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സല്ലി സലാത്ത മുവദ്ദിഇൻ എന്ന് പറഞ്ഞതുപോലെ വിടവാങ്ങുന്നവന്റെ വ്രതാചരണം അതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ഒരു റമദാൻ എൻ്റെ അവസാനത്തെ റമദാൻ എന്ന വിചാരത്തിൽ നമ്മൾ വ്രതാചരിക്കുക. വിശുദ്ധ റമദാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കുക. അതിൻ്റെ പകലുകളെയും രാവുകളെയും നമ്മൾ ആ നിലക്ക് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുക. ഇതാണ് കരണീയമായിട്ടുള്ളത്. നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ, റമദാൻ യഥാവിധമാക്കാൻ, നോമ്പ് പുണ്യ നോമ്പാക്കാൻ ഏറ്റവും നല്ല വിശ്വാസവും വിചാരവും വികാരവുമാണ് ഇതെന്റെ അവസാനത്തെ നോമ്പാണെങ്കിലോ എന്നുള്ളത്. ഇനിയൊരു റമദാനിനെ വരവേൽക്കാൻ എൻ്റെ ആയുസ് തികഞ്ഞില്ലെങ്കിലോ എന്നുള്ള ആ ചിന്ത തീർച്ചയായും നമ്മളുടെ കർമ്മങ്ങളെ നന്നാക്കാൻ നമുക്ക് ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുകയാണ്. ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ നൽകിയതാണ്. അതിൽ ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും ഉത്ലുബുൽ ഖൈറ ദഹ്റക്കും, രണ്ട് നിലക്ക് നിവേദനമുണ്ട്. നിങ്ങൾക്കുള്ള കാലം, സമയം, ദിനരാത്രം, അതിൽ മുഴുക്കെ നിങ്ങൾ നന്മ തേടുക, നന്മ പ്രവർത്തിക്കുക. വാക്കാലും പ്രവൃത്തിയാലും വിശ്വാസത്താലും ഒക്കെ നിങ്ങൾ നന്മ എല്ലാ സമയത്തും നിർവഹിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, അല്ലെങ്കിൽ ഉത്ലുബുൽ ഖൈറ ദഹ്റക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതഅറദു ലിനഫഹാതി റഹ്മതി ഇല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ നഫഹാത്തിന് നിങ്ങൾ വിധേയരാവുക. എന്താ ഈ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അതിൻ്റെ നഫഹാത്ത്, അതിന് നിങ്ങൾ വിധേയരാവുക എന്നാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന്, സപ്തവാനങ്ങൾക്കുപരിയിൽ അവന്റെ മഹിതമായ അർശിനുപരിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുക്കുന്ന ചില സമയങ്ങളുണ്ട് എന്നാണ്. അള്ളാഹു കാരുണ്യം ചില സമയങ്ങളിൽ ഉപരിയിൽ നിന്ന് വർഷിക്കും. ആ കാരുണ്യം ഇവിടെ പ്രചരിക്കും.
അതിന് നിങ്ങൾ വിധേയരാകൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പറഞ്ഞത് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ ഫഇന്ന ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മതിഹി യുസീബു ബിഹ മൻ യശാഉ മിൻ ഇബാദിഹി എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വാനങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു ഒഴുക്കുന്ന പ്രസരിപ്പിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അത് അവൻ ഉദ്ദേശിക്കുന്ന ദാസന്മാർക്ക് ഏൽക്കുന്നു, അവരിൽ ഭവിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ നേരെ ഒഴുക്കും എന്നാണ്. ആ സമയത്ത് അതിന് വിധേയരായി അത് ഏൽക്കാൻ ഭാഗ്യമുണ്ടായവർ അവർ തീർത്തും അനുഗ്രഹീതരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിന്റെ നഫഹത്തിന് നിങ്ങൾ വിധേയരാകൂ എന്ന് പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വസലുല്ലാഹ അൻ യസ്തുറ ഔറാത്തിക്കും വ അൻ യുഅമ്മിന റൗആത്തിക്കും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങളുടെ ഔറത്തുകളെ മറക്കാനും നിങ്ങളുടെ റൗഅത്ത് അഥവാ നിങ്ങളുടെ ഭീതി, പേടി അത് പോക്കി നിർഭയത്വം കനിയാനും നിങ്ങൾ ദുആ ചെയ്യണേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് അള്ളാഹു കനിയുമ്പോൾ നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരായി വർത്തിക്കാൻ പറഞ്ഞു. അതാണ് ഉത്ലുബുൽ ഖൈറ അല്ലെങ്കിൽ ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും എന്ന തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ ആ സമയം ദുആയിൽ നമ്മൾ ആയിരിക്കണമെന്നും ആ ദുആയിൽ വിഷയീഭവിക്കേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണം: അൻ യസ്തുറ ഔറാത്തിക്കും വ അൻ യുഅമ്മിന റൗആത്തിക്കും. നിങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ. അവിടെ ഔറത്തുകൾ മറക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രഹസ്യാവയവങ്ങൾ അന്യരിൽ നിന്ന് മറക്കാൻ എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം. അതിനേക്കാൾ ഉദ്ദേശം നമ്മളുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുന്നത് നമുക്ക് ലജ്ജയാകുന്ന വിഷയമാണ്. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അറിയുന്നത് നമുക്ക് ലജ്ജയുണ്ടാക്കുന്ന വിഷയമാണ് ഔറത്ത്. അതിൽ നമ്മുടെ രഹസ്യാവയവങ്ങൾ, നഗ്നതകൾ ഉദ്ദേശമാണ്. പക്ഷെ അതിലേറെ ഉദ്ദേശം നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ കുറ്റങ്ങളാണ്, നമ്മുടെ വീഴ്ചകളാണ്, കുറവുകളാണ്, പാപങ്ങളാണ്, നമ്മളിൽ നിന്ന് വന്നു പോയ തിന്മകളാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. അതൊക്കെ മറക്കാൻ, അള്ളാഹു മറച്ചു പിടിക്കാൻ. പിന്നെ നമുക്ക് റൗഅത്ത്, പേടി, ഭീതി. ഒരാൾ ഭീതിയിൽ അകപ്പെട്ടാൽ പിന്നെ അയാൾക്ക് ജീവിതം ഇല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പിന്നെ അയാൾക്ക് ഇബാദത്തുകളില്ല. കാരണം ഹൃദയത്തിൽ പേടി നിറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനുള്ള ഭക്തിയും ഭയപ്പാടും അതൊക്കെ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒക്കെ അന്യം നിൽക്കും കൽബിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാകുക, സമാധാന ചിത്തമാവുക, ഇത് അടിസ്ഥാനമാണ്. നിർഭയത്വം അടിസ്ഥാനമാണ്. അപ്പൊ ആ നിർഭയത്വത്തിന് വേണ്ടി തേടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഞാനിവിടെ ഈ ഒരു ഹദീസിനെ ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ലുബുൽ ഖൈറ അല്ലെങ്കിൽ ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, സദാ നിങ്ങൾ അള്ളാഹുവിനോട് നന്മ കാക്ഷിക്കുകയും നന്മ തേടുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ എന്ന് നമ്മളോട് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു അള്ളാഹുവിന്റെ വഹ്യ് പ്രകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ കാര്യം, ഈ കൽപ്പിച്ച കാര്യം, ഇത് നമ്മൾ അന്വേഷിക്കാനും തേടാനും ഏറ്റവും നല്ല ഒരവസരമാണ് നമുക്ക് സമാഗതമായിരിക്കുന്നത്. പുണ്യത്തിന്റെ പൂക്കാലമായ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ വ്രതമാചരിച്ച് അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിശന്ന് ദാഹിച്ച് വികാരം നിയന്ത്രിച്ച് നമ്മൾ ഈ ദുനിയാവിൽ വർത്തിക്കുകയാണ്.
ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുകയാണ്. അള്ളാഹുവിനോട് നന്മ കാക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴിക്കുന്ന അവന്റെ റഹ്മത്തിന്റെ നഫഹാത്ത് അത് നമ്മളിൽ അവതരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖനിയാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞ ഈ ഒരു റമദാനിനെ, അതിലെ നോമ്പിനെ നമുക്ക് അനുകൂലമാക്കാൻ, ഒരു വേള നമ്മുടെ അവസാനത്തെ റമദാനിയാണ് ഇതെങ്കിൽ, അവസാനത്തെ റമദാനിലെ വ്രതാചരണമാണ് ഇതെങ്കിൽ, ഈ റമദാനും അതിലെ നോമ്പും നമുക്ക് നാളെ പിറ്റേന്ന് അനുകൂല സാക്ഷിയും അനുഗ്രഹീത കർമ്മവും ആകുന്നതിന് വേണ്ടി നമ്മൾ പശ്ചാത്താപ ബോധമുള്ളവരായി, തൗബയുടെ മനസ്സുള്ളവരായി ഈ റമദാനിൽ കഴിയുക. മനസ്സ് പാപ പങ്കിലമായി, പാപക്കറയുള്ളതായി നമ്മൾ റമദാനിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റമദാൻ നമുക്ക് എങ്ങനെ അനുഗ്രഹ പൂർണ്ണമാകാനാണ്? നമ്മൾ നോമ്പിനാൽ എങ്ങനെ കടാക്ഷിക്കപ്പെടാനാണ്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി തൗബയുടെ മനസ്സുള്ളവരായി നമ്മൾ റമദാനിൽ കഴിയുക. അതൊക്കെ, ഈ പറഞ്ഞതൊക്കെ ഒരു വിടവാങ്ങുന്നവന്റെ നോമ്പ് നമ്മുടെ നോമ്പാക്കാൻ കരണീയമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോമ്പ് എങ്ങനെ നിർവഹിക്കണം, റമദാനിൽ എങ്ങനെ കഴിച്ചു കൂട്ടണം, അതിൻ്റെ ഓരോ കർമ്മങ്ങളും അത് നമ്മൾ പഠിച്ചാണ് പ്രാവർത്തികമാക്കേണ്ടത്. പാരമ്പര്യമായി ഞങ്ങളുടെ വീട് നോമ്പെടുക്കുന്ന വീടാണ്. വയസ്സായവർ മുതൽ കുട്ടികൾ വരെ വീട്ടിൽ നോമ്പാണ്. നോമ്പ് ഞങ്ങളുടെ ഒരു ശീലമാണ്. അങ്ങനെയല്ല നോമ്പ്. നോമ്പ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അലൈക ബിസ്സിയാം ലാ മിസ്ല ലഹു എന്ന് അബൂ ഉമാമ അൽ ബാഹിലിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? താങ്കൾ നോമ്പെടുക്ക്, നോമ്പിന് തുല്യമായ മറ്റൊരു അമലില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാൻ ഉയരുന്നതിന് വേണ്ടി, പോഷിക്കുന്നതിന് വേണ്ടി, പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി വല്ലവരും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നാണ് നോമ്പിന്റെ മഹത്വം പഠിപ്പിക്കപ്പെട്ടത്. അത് മനസ്സേറ്റി, അത് നിയ്യത്താക്കിയിട്ട് നോമ്പെടുക്കണം. അപ്പോഴാണ് നമ്മുടെ നോമ്പ് ധന്യമാവുക, അനുഗ്രഹീതാകുക. വിടവാങ്ങുന്നവന്റെ നോമ്പ് നമ്മുടെ നോമ്പാകാൻ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലേറ്റേണ്ടതുണ്ട്. നമ്മൾ അനിവാര്യമായും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നോമ്പിൻ്റെ വിധി വിലക്കുകൾ തെളിവുകളിൽ നിന്ന് പഠിച്ച് നോമ്പെടുക്കുമ്പോൾ കേവലം ഒരു ആചരണമല്ല, ആദത്തല്ല, ഇതൊരു പുണ്യ ഇബാദത്താണ്. അതിന് വിധികളുണ്ട്, വിലക്കുകളുണ്ട്, അതിന് അദബുകളുണ്ട്, അതിന് ഹുലുക്കുകളുണ്ട്, അതിന് റുക്കുനുകൾ ഉണ്ട്. നോമ്പിൻ്റെ പുണ്യം പോഷിപ്പിക്കുന്ന കർമ്മങ്ങളുണ്ട്.
ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാണ് നോമ്പെടുക്കേണ്ടത്. നോമ്പിന്റെ പുണ്യത്തെ പോഷിപ്പിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ചരിത്രം, ഉമ്മു സിനാൻ അൽ അൻസാരിയ റളിയല്ലാഹു തആല അൻഹ ഹജ്ജത്തുൽ വദാഇന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത് മടങ്ങുമ്പോൾ ഉമ്മു സിനാനെ കാണുകയാണ്. അപ്പൊ ഉമ്മു സിനാൻ ചോദിക്കുകയാണ്, ഉമ്മു സിനാനോട് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മു സിനാൻ, നിങ്ങൾ നമ്മുടെ കൂടെ ഹജ്ജ് ചെയ്തില്ലേ? അപ്പൊ മഹദി പറയാണ്, റസൂലെ, വീട്ടിൽ ആകെ 2 ഒട്ടകങ്ങളാണുള്ളത്. ഒരൊട്ടകം കൃഷിക്ക് വെള്ളം തേക്കാനുള്ള ഒട്ടകാണ്. മറ്റേ ഒട്ടകം അതേട്ട് ഭർത്താവ് അബൂ സിനാനും മകനും ഹജ്ജിന് പോയി. അപ്പൊ എനിക്ക് ഹജ്ജ് യാത്രക്ക് ഒട്ടകല്ല. ഉള്ള ഒട്ടകത്തിന്മേ ഭർത്താവ് പോയി, മകനെയും കൂട്ടി. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ഹജ്ജിന് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സിനാൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹയെ ആശ്വസിപ്പിച്ചത് എന്ത് പറഞ്ഞാണ്? റമദാനിൽ ഉംറ ചെയ്യാൻ പറഞ്ഞാണ്. യതമരി ഫി റമദാൻ ഫഇന്നൽ ഉംറത ഫി റമദാൻ തഅദിലു ഹജ്ജതൻ മഈ എന്ന് പറഞ്ഞു. റമദാനിൽ ഒരു ഉംറ എടുത്തോ, റമദാനിൽ ഒരു ഉംറ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് സമാനമാണ് എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സിനാൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉംറ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉംറ നിർവഹിക്കാൻ, ഹജ്ജ് ചെയ്യാൻ അവസരം തരട്ടെ. ആരോഗ്യത്തിൽ നിർഭയരായി സുരക്ഷിതരായി ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ, ഉംറ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും അവസരം കനിയുമാറാവട്ടെ. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇതിവിടെ ഞാനൊരു ഉദാഹരിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റമദാൻ മാസത്തിൽ ഒരു ഉംറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മഹത്വം പ്രതിഫലം നോക്കി നിങ്ങൾ. അപ്പോൾ ഇവിടെ റമദാനിനെ മാറ്റിക്കൂട്ടുന്ന അമലുകളുണ്ട്. നമ്മൾ റമദാനിന്റെ പകലിൽ നിയ്യത്തോട് കൂടിയിട്ട് നോമ്പെടുക്കുക എന്നുള്ളതാണ്. നിയ്യത്ത് റുക്കിനാണ്. പിന്നെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് നോമ്പ്. അപ്പൊ 2 റുക്കിനായി. ഒരാൾ നിയ്യത്തോട് കൂടിയിട്ട് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ അയാൾക്ക് നോമ്പായി. പക്ഷെ അത് മാത്രമല്ല, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഭക്ഷിക്കുക, പാനം ചെയ്യുക, പിന്നെ ഭാര്യമാർ ഇണകൾ കൂടെ ഉണ്ടെങ്കിലുള്ള സംസർഗം തുടങ്ങിയ കാര്യങ്ങളാണ് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതുപോരാ. പിന്നെയോ ഈ നോമ്പിനെ മാറ്റുകൂട്ടുന്ന കാര്യങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, സദഖകൾ, രാത്രി തറാവീഹ് നിസ്കാരങ്ങൾ, പിന്നെ തുടങ്ങിയുള്ള പുണ്യങ്ങൾ. അത് മനസ്സിലാക്കാനാണ് ഞാനൊരു ഉംറയുടെ വിഷയം ഉദാഹരിച്ചത്. മനസ്സിലായില്ലേ? ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു സമ്മാനിച്ചു. നമ്മൾ ആ വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കാൻ നമുക്ക് ആയുസ് നീട്ടിയിട്ടു, ആരോഗ്യം പ്രദാനം ചെയ്തു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ വിഷയത്തിൽ കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അത് മനസ്സാ വാച കർമ്മണ നമ്മളെല്ലാവരും നിർവഹിക്കണം. നമ്മൾ ഈ അരുളപ്പെട്ട ഈ ഒരു മാസം, ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷമാണ്, സമയമാണ്. ഒരു വേള ഇത് ആവർത്തിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന ഒരു ടെൻഷനോട് കൂടിയായിരിക്കണം നമ്മൾ. ടെൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു പിന്നെ ശ്ലാഘനീയമായ ടെൻഷനാണ്. ഇത്തരം ടെൻഷനുകൾ നമുക്ക് വേണം. അതായത് ഇനി എനിക്കൊരു അവസരം ഉണ്ടായില്ലെങ്കിലോ എന്ന ഒരു ബോധത്തിൽ നമ്മൾ വ്രതാചരിക്കണം, നോമ്പെടുക്കണം, റമദാനിൽ കഴിച്ചു കൂട്ടണം, പുണ്യങ്ങൾ പ്രവർത്തിക്കണം, നമ്മൾ ദുആ ഇരക്കുന്നവരാകണം. ദുആന്റെ മാസമാണല്ലോ റമദാൻ മാസം. അതിൽ പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ ദുആ ഇരക്കണം. എല്ലാവരും ദുആയിൽ അന്യോന്യം ഓർക്കണം. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്കൊക്കെ വേണ്ടി, ഇണകൾക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ഇഹപര ജീവിതം ക്ഷേമമാകാൻ, ധന്യമാകാൻ, അനുഗ്രഹീതമാകാൻ നമ്മൾ ദുആ ചെയ്യണം എന്ന് എന്നോടുന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നമുക്ക് എല്ലാവർക്കും കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു വേദി അനുഗ്രഹിക്കട്ടെ. ഈ വേദി തരപ്പെടുത്താൻ പണിയെടുത്തവർക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമാക്കുമാറാവട്ടെ.
അള്ളാഹു ഈ ഒരു പുണ്യത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരു ഇടം കാണാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കനിയുമാറാവട്ടെ. മക്കളിലും ഇണകളിലും ഇരുലോകത്തും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.